ഹലോ സ്റ്റുഡൻസ് ആൻഡ് വെൽക്കം ടു ഉസ്ബെക് വാലി. ഉസ്ബെക് വാലിയുടെ മറ്റൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിൻ്റെ പ്രതിപതനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. സോ ടുഡേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ അഥവാ 5ാമത്തെ ചാപ്റ്ററായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ദാറ്റ് ഈസ് പ്രകാശത്തിൻ്റെ അപവർത്തനം. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്താണെന്നുള്ളത്. ബേസിക്കലി പറഞ്ഞാൽ എന്താണ് റിഫ്രാക്ഷൻ? ഇറ്റ് ഈസ് ദ ബെൻഡിങ് ഓഫ് ലൈറ്റ് വെൻ പാസിംഗ് ഫ്രം വൺ മീഡിയം ടു അനദർ. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് വെളിച്ചം അഥവാ പ്രകാശം പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റെ പാതയിൽ ചെറിയൊരു ചെരിവുണ്ടാവും, ഒരു ചലനം ഉണ്ടാവും, എ ഡീവിയേഷൻ അതാണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ വെള്ളത്തിലേക്ക് നമ്മുടെ പ്രകാശം കടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? എയറിൽ നിന്ന് വാട്ടറിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലേ? സോ എന്തുകൊണ്ടായിരിക്കും ഇത്? അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ സംഭവിക്കാനുള്ള കാരണം? ബെൻഡിങ് ഓഫ് ലൈറ്റ് സംഭവിക്കാനുള്ള കാരണം എന്താണ്? അത് പ്രധാന കാരണം നമുക്കറിയാം, പല മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്യും അല്ലേ? എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് എക്സെട്ര എക്സെട്ര. ഈ എല്ലാ മീഡിയത്തിലും സെയിം സ്പീഡ് ആയിരിക്കും ഉണ്ടാവുക? അല്ല. ഇപ്പൊ ഇവിടെ നോക്കൂ, ടേബിളിൽ പറഞ്ഞ പോലെ ഓരോ മീഡിയത്തിലും ലൈറ്റിന്റെ സ്പീഡ് വ്യത്യാസമുണ്ട്. ലൈറ്റ് ഏറ്റവും മാക്സിമം സ്പീഡിൽ പോകുന്ന എവിടെയാണ്? വാക്വം അല്ലേ? ശൂന്യതയിലാണ് ഏറ്റവും സ്പീഡിൽ പോകുക. എയറിൽ കുറച്ചുകൂടെ ചെറുതായിരിക്കും, വലിയ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാലും ചെറിയൊരു റെസിസ്റ്റൻസ്. അത് വാട്ടറിലേക്ക് പോകുമ്പോൾ വീണ്ടും സ്പീഡ് കുറയും, ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ വീണ്ടും സ്പീഡ് കുറയും, ഡയമണ്ടിൽ കുറച്ചുകൂടി സ്പീഡ് കുറവാണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞത്, ലൈറ്റിന്റെ സ്പീഡ് ഓരോ മീഡിയത്തിലും മാറിക്കൊണ്ടിരിക്കും അല്ലേ? എന്തുകൊണ്ടാണ് ഈ സ്പീഡ് വ്യത്യാസം വരുന്നത്? ഓരോ മീഡിയവും ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് അല്ലേ? സോ ചില മീഡിയം വളരെ വേഗത്തിൽ ലൈറ്റിനെ പാസ് ചെയ്യും, ചിലത് കുറച്ച് സ്പീഡ് കുറയും. ഈ സ്പീഡ് കുറയുന്നൊക്കെ പറയുമ്പോൾ സാധാരണ നമ്മൾ കാണുന്ന കാറിന്റെയും വണ്ടീന്റെയും സ്പീഡ് ഒന്നല്ല കേട്ടോ. ലൈറ്റിന്റെ സ്പീഡ് എത്രയാ? യെസ്, ഇറ്റ് ഈസ് 3 × 10⁸ m/s, അഥവാ 3 ലക്ഷം km/s എന്ന് നമ്മൾ പറയാം. അത്രയും വലിയ സ്പീഡിൽ പോകുന്നതാണ് ലൈറ്റ്. ഒന്ന് കുറഞ്ഞാൽ 2 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം അത്രയ്ക്കേ പോവുള്ളൂ. അപ്പോൾ എങ്കിലും അത് വലിയ വേഗതയാണ്. ബട്ട് നമ്മൾ പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈ മീഡിയത്തിൽ സ്പീഡിന് വ്യത്യാസം വരുന്നുണ്ട്, ഏത് ലൈറ്റിന്റെ സ്പീഡിന്. ഓക്കെ, സോ ഇവിടെ നോക്കൂ, നമുക്ക് വാക്വത്തിലാണ് ഏറ്റവും സ്പീഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് അല്ലെ? വാക്വത്തിലാണ് സഞ്ചരിക്കുന്നത്. എയർ ഏകദേശം സമാനമായി, വാക്വത്തിന് സമാനമായിട്ടാണ് പോകുന്നത്. പിന്നെ വാട്ടറിലേക്ക് വരുമ്പോഴോ നിങ്ങൾക്ക് ടേബിളിൽ കാണാൻ കഴിയും, വാട്ടറിലേക്ക് വരുന്ന സമയത്ത് ഒന്നുകൂടെ സ്പീഡ് കുറയുന്നുണ്ട്. 2.25 × 10⁸ m/s കുറയുന്നുണ്ട്. ഗ്ലാസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും കുറയും, ഡയമണ്ടിലേക്ക് അതിലും കുറയും. സോ ഈ പറഞ്ഞ മീഡിയം എന്ന് പറഞ്ഞത് ഓരോ ആളുകളും ലൈറ്റിനെ കടത്തി വിടുന്നത് വ്യത്യസ്ത സ്പീഡിലാണ് അല്ലേ? എന്തുകൊണ്ടാണത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദെയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗ എ മീഡിയം ഇൻഫ്ലുവൻസ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഒരു ലൈറ്റിന്റെ സ്പീഡിനെ എങ്ങനെയാണ് മീഡിയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, ഒപ്റ്റിക്കലി റെയറർ മീഡിയം പറയാൻ പറ്റുക? അതെ, അതായത് ലൈറ്റ് ഏറ്റവും സ്പീഡിൽ പാസ് ചെയ്യുന്നത് ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിലായിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഏറ്റവും ലെസ് സ്പീഡ് അഥവാ ഏറ്റവും വേഗത കുറവ് അത് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലായിരിക്കും. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിലേക്ക് വരുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറയുന്നുണ്ട്, ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിലാകുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കൂടുന്നുണ്ട്. ഓക്കെ, നമ്മൾ കമ്പാരിറ്റീവ്ലി പറയാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ ആൻഡ് ഗ്ലാസ്, വാട്ടർ ഗ്ലാസ് നമ്മളിത് രണ്ടും കമ്പയർ ചെയ്യാന്ന് വിചാരിക്കാം. ഇതിൽ ഏതായിരിക്കും ഒപ്റ്റിക്കലി റെയറർ ആൻഡ് ഒപ്റ്റിക്കലി ഡെൻസർ? യെസ്, ഒബ്വിയസ്ലി വാട്ടർ ഒപ്റ്റിക്കലി റെയറും ഗ്ലാസ് ഒപ്റ്റിക്കലി ഡെൻസറും ആയിരിക്കും. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് കേട്ടോ. എന്നാൽ ഈ വാട്ടറിനെയും എയറിനെയും കമ്പയർ ചെയ്യുമ്പോഴോ, അപ്പൊ എയർ ആണ് റെയറർ, ഒപ്റ്റിക്കലി റെയറർ, വാട്ടർ ഒപ്റ്റിക്കലി ഡെൻസർ ആയിരിക്കും. അപ്പൊ നമ്മളിത് കമ്പാരിറ്റീവിലാണ് പറയാ. ഏതെങ്കിലും ഒന്ന് ഒപ്റ്റിക്കലി റെയറർ ആണോ ഡെൻസർ ആണോ എന്ന് ഒറ്റയടിക്ക് നമ്മൾ പറയുന്നതിനേക്കാൾ അത് കമ്പയർ ചെയ്തിട്ടാണ്, രണ്ടിനെയും തമ്മിൽ താരതമ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ പറയാം. ഓക്കെ, സോ ഇങ്ങനെ
ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ലൈറ്റ് പാസ് ചെയ്യുന്ന സ്പീഡ് വ്യത്യാസപ്പെടും. ആ വ്യത്യാസപ്പെടുന്നത് കൊണ്ടാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം സംഭവിക്കുന്നത്. അപ്പോൾ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്ന ഒരു ലൈറ്റ്, ഒരു നിശ്ചിത സ്പീഡിൽ എയറിലൂടെ വന്ന ലൈറ്റ് ഗ്ലാസ്സിലേക്ക് തട്ടി ആ സ്പോട്ടിൽ അതിന്റെ സ്പീഡ് കുറയുന്നുണ്ട്. സ്പീഡ് കുറയുക മാത്രമല്ല ചെയ്യുന്നത്, അവിടെ ചെറിയൊരു ബെൻഡിങ് കൂടെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ജസ്റ്റ് എക്സാമ്പിൾ നോക്കാം. നമ്മളൊരു ഇന്റർസെക്ഷൻ വരച്ചതിന് ശേഷം ആ ഇന്റർസെക്ഷനിൽ ലൈറ്റ് വന്നിരിക്കുന്നു. ഓക്കെ, ലൈറ്റ് വന്നിടിച്ചതിന് ശേഷം നേരെ പോകേണ്ട ലൈറ്റ് ഒന്ന് ചരിഞ്ഞിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ വി ഹാവ് ഒരു ഇന്റർസെക്ഷൻ പോയിന്റ്. നമുക്കൊരു ഇന്റർസെക്ഷൻ പോയിന്റ് അവിടെ ഉണ്ട്. ഈ ഇന്റർസെക്ഷൻ പോയിന്റിലേക്ക് നമ്മൾ പെർപെൻഡിക്കുലർ ആയി ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിനെ നോർമൽ എന്ന് വിളിക്കും, അല്ലെ? നമുക്കറിയാം നോർമൽ. നമ്മുടെ രണ്ട് മീഡിയം തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ലൈൻ വരച്ചാൽ അതിനെ നമ്മൾ നോർമൽ എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ നോർമലും അതുപോലെ ഈ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ലൈനും തമ്മിൽ എന്തുണ്ട്? ഒരു ആംഗിൾ ഉണ്ട്, അല്ലെ? ഒരു ആംഗിൾ കാണാം. ഈ ആംഗിളിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, ആ ലൈറ്റ് ബെൻഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോകേണ്ട ലൈറ്റ് അല്പം ബെൻഡായിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ബെൻഡായ ലൈന് അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റഡ് റേ, അല്ലെ? റിഫ്രാക്റ്റഡ് റേ എന്നാണ് വിളിക്കുക. എന്ന് വെച്ചാൽ നേരെ പോകാതെ റിഫ്രാക്ഷൻ സംഭവിച്ചു പോയ റേ. സോ റിഫ്രാക്റ്റഡ് റേ എന്ന് പറയും. ആ റിഫ്രാക്റ്റഡ് റേക്കും നോർമലിനും ഇടയിൽ ഒരു ആംഗിൾ ഇല്ലേ? ആ ആംഗിൾ ആണ് റിഫ്രാക്റ്റഡ് ആംഗിൾ. ഓക്കെ, റിഫ്ലക്റ്റഡ് ആംഗിൾ ഓർക്കുന്നില്ലേ? നോർമലിനും റിഫ്ലക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ. അതുപോലെ തന്നെ നോർമലിനും റിഫ്രാക്റ്റഡ് റേക്കും ഇടയിലുള്ള ആംഗിൾ ആണ് റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയുന്നത്. സോ നമുക്കൊരു ഇൻസിഡന്റ് ആംഗിൾ ഉണ്ടായിരിക്കും, ഒരു റിഫ്രാക്റ്റഡ് ആംഗിൾ ഉണ്ടായിരിക്കും. അപ്പോൾ റിഫ്രാക്ഷനിൽ നമ്മൾ ലൈറ്റ് ബെൻഡിങ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. എല്ലാ സമയത്തും റിഫ്രാക്ഷൻ നടക്കുമ്പോൾ ചില കോമൺ ആയ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും, അല്ലെ? നമ്മളതിനെ ലോസ് ഓഫ് റിഫ്രാക്ഷൻ എന്ന രീതിയിലാണ് വിളിക്കുക. അതായത് അപവർത്തന സമയത്തുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അപവർത്തന നിയമങ്ങൾ എന്ന് നമ്മൾ പറയും. എന്താണ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ? ഒന്നാമത്തെ ലോ ഓഫ് റിഫ്രാക്ഷൻ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡന്റ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതുപോലെ ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ, നോർമൽ, ഇതെല്ലാം സെയിം പ്ലെയിനിലാണ്, ഒരേ പ്ലെയിനിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഒരു സെയിം പ്ലെയിനിലായിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അതുപോലെ റിഫ്രാക്റ്റഡ് റേ, ഇൻസിഡന്റ് റേ, പിന്നെ നമ്മുടെ നോർമൽ. നോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ രണ്ട് ഇന്റർസെക്ഷൻ, നമ്മുടെ മീഡിയത്തിന്റെ ഇന്റർസെക്ഷനിൽ നോർമലായി വരക്കുന്ന, പെർപെൻഡിക്കുലറായി വരക്കുന്ന ലൈനെയാണ് നമ്മൾ നോർമൽ എന്ന് വിളിക്കുക. അപ്പൊ ഈ ഇൻസിഡന്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമൽ എല്ലാം ഒരേ പ്ലെയിനിലായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് റേഷ്യോ ഓഫ് സൈൻ ഓഫ് ഇൻസിഡന്റ് ആംഗിൾ ടു ദ സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ വിൽ ബി കോൺസ്റ്റന്റ്. അതായത് സൈൻ പഠിച്ചിട്ടുണ്ടല്ലോ, അല്ലെ? സൈൻ എക്സ് കോസ് എക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സൈൻ എക്സ് കോസ് എക്സ്, അതായത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആംഗിളിന്, എല്ലാ ആംഗിളിനും സൈനും കോസ് ഉണ്ടായിരിക്കും, അല്ലെ? മാത്സിൽ പഠിക്കുന്നില്ലേ? സോ നമ്മളിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈറ്റ് റിഫ്രാക്ഷൻ സംഭവിച്ചാൽ, അപ്പൊ ഇവിടെ സൈനും കോസും ഒക്കെ എങ്ങനെ വരുന്നത്? കോസൊന്നുമില്ല, സൈനേ ഉള്ളൂ, അല്ലെ? സൈൻ ഓഫ് ഇൻസിഡന്റ് ആംഗിൾ ടു ദ സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ ഈസ് എ കോൺസ്റ്റന്റ്. അതേ നമ്മൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് എ കോൺസ്റ്റന്റ് എന്നാ പറയാം. സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് എ കോൺസ്റ്റന്റ്. ഈ സൈൻ ഐ ബൈ സൈൻ ആർ എന്ന കോൺസ്റ്റന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ലെ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. സോ എല്ലാ മീഡിയത്തിനും ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ടാവും. ആ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ ഒരുപാട് മെത്തേഡുകളുണ്ട്. അതിലൊരു മെത്തേഡാണ് നമ്മൾ ഇൻസിഡന്റ് ആംഗിൾ, റിഫ്രാക്റ്റഡ് ആംഗിൾ കണ്ടെത്തുക. അതിന് രണ്ടിന്റെയും സൈന് കാണാം, എന്നിട്ട് സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആയിരിക്കും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം. ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയിരിക്കും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തുന്ന ഈ ഒരു ലോ ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരാണ് സ്നെൽസ് ലോ. എന്താണ്? സ്നെൽസ് ലോ. സ്നെൽസ് ലോ. സ്നെൽ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ അറിയപ്പെടുന്ന ലോ ആണ് സ്നെൽസ് ലോ. ഓക്കെ, സ്നെൽസ് ലോ പറയുന്നത് എന്താണ്? ഏതൊരു മീഡിയത്തിലും റിഫ്രാക്ഷൻ സംഭവിച്ചാൽ അവിടെ ഒരു ഇൻസിഡന്റ് ആംഗിൾ ഉണ്ടാവും, റിഫ്രാക്റ്റഡ് ആംഗിൾ ഉണ്ടാവും, നമുക്കറിയാം. അപ്പോൾ ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ഇൻസിഡന്റ് ആംഗിൾ ടു സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ വിൽ ബി എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അത് ആ കോൺസ്റ്റന്റ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദാറ്റ് മീഡിയം.
അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നത് കാണാൻ നമ്മൾ ഒരു മീഡിയത്തിൻ്റെ ഇൻസിഡൻറ്റ് ആംഗിളിൻ്റെയും സൈനും റിഫ്രാക്റ്റഡ് ആംഗിളിൻ്റെ സൈനും തമ്മിൽ റേഷ്യോ കണ്ടാൽ മതി. ഓക്കെ, സോ സൈൻ ഐ ബൈ സൈൻ ആർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ സൈൻ ഓഫ് ഇൻസിഡൻറ്റ് ആംഗിൾ ടു ദി സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് ആംഗിൾ. സ്നെൽസ് ലോ എന്നാണ് നമ്മൾ ഈ ലോ അറിയപ്പെടുക, സ്നെൽസ് ലോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞതിനെ നമുക്ക് ഇക്വേഷനിൽ പറയുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ആണ് പറയാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താൻ അപ്പോൾ നമുക്ക് എന്ത് മതി? ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്രാക്റ്റീവ് ആംഗിളും മതി. ഓക്കെ, ഇനി ഇത് വെലോസിറ്റിയുടെ കേസിലാണെങ്കിലോ, വെലോസിറ്റി കേസിൽ എങ്ങനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തുന്നത്? അത് നമുക്കറിയാം, n ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ n ആണ്. ഓക്കെ, അപവർത്തനാങ്കം എന്നുള്ളതിനെ n കൊണ്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുക. അപ്പോൾ എന്താണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഒരു മീഡിയത്തിലുള്ള അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ മീഡിയം. ഏത് മീഡിയത്തിൻ്റെതാണോ കണ്ടെത്തേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഓക്കെ, ഇത് തന്നെ ആയിരിക്കും സൈൻ ഐ ബൈ സൈൻ ആർ ചെയ്താലും നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനൊരു പേരുണ്ട് കേട്ടോ. ഈ അപവർത്തനാങ്കത്തിന് നമ്മളതിനെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, അപവർത്തനാങ്കത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അഥവാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അതിലൊന്നാമത്തെ കാര്യം നമുക്കറിയാം, n ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് നമ്മുടെ അപവർത്തനാങ്കം ഏതുമായി ബന്ധപ്പെട്ട്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം, ശൂന്യതയിൽ ലൈറ്റിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ അപവർത്തനാങ്കം കണ്ടുപിടിക്കുന്നതെങ്കിൽ അത്തരം അപവർത്തനാങ്കത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കേവല അപവർത്തനാങ്കം അഥവാ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ കേവല അപവർത്തനാങ്കം എന്നാണ് നമ്മൾ വിളിക്കുക. ഏത്? വാക്വവുമായി കണക്ട് ചെയ്യുമ്പോൾ. ഇനി വേറൊരു മീഡിയവുമായി കണക്ട് ചെയ്യുമ്പോഴാണെങ്കിലോ, അതായത് ഒരു മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ വേഗതയും മറ്റൊരു മീഡിയത്തിലുള്ള ലൈറ്റിൻ്റെ വേഗതയും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന അപവർത്തനാങ്കത്തെ നമ്മൾ ആപേക്ഷിക അപവർത്തനാങ്കം എന്നാണ് വിളിക്കുക, അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ദാറ്റ് ഈസ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തുന്നത് ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 1 ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം 2. അപ്പോൾ രണ്ട് വേറെ വേറെ സെപ്പറേറ്റ് മീഡിയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപവർത്തനാങ്കം കണ്ടുപിടിക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഥവാ ആപേക്ഷിക അപവർത്തനാങ്കം. ആപേക്ഷിക അപവർത്തനാങ്കം എന്നുള്ളതാണ് നമ്മൾ രണ്ട് മീഡിയത്തിലെ വെലോസിറ്റി, ലൈറ്റിൻ്റെ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അപവർത്തനാങ്കത്തിന് നമുക്ക് ഈ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് കേവല അപവർത്തനാങ്കം അഥവാ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, മറ്റൊന്ന് ആപേക്ഷിക അപവർത്തനാങ്കം അഥവാ റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെയാണ് രണ്ടെണ്ണം വരുന്നത്. ഇതിൽ ഈ കേവല അപവർത്തനാങ്കം അല്ലെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ നമ്മൾ n ഈക്വൽ ടു സി ബൈ വി എന്ന ഇക്വേഷൻ പറയാറുണ്ട്. എന്താണ് n ഈക്വൽ ടു സി ബൈ വി? സി n എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ, അറിയാം. സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്നുള്ളത് ഇറ്റ് ഈസ് ദ ലൈറ്റ് സ്പീഡ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. വാക്വത്തിലുള്ള ലൈറ്റിൻ്റെ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് സി. ഓക്കെ, വി എന്ന് പറഞ്ഞതോ അത് സാധാ വെലോസിറ്റി, ഏതെങ്കിലും ഒരു മീഡിയത്തിലുള്ള വെലോസിറ്റി. സോ n ഈക്വൽ ടു സി ബൈ വി എന്ന ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്താൻ പറ്റും. ഏത്? നമ്മുടെ കേവല അപവർത്തനാങ്കം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, റിഫ്രാക്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ. റിഫ്രാക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഒരു പ്രത്യേകമായ ഫിനോമിനയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം എന്നാണ് മലയാളത്തിൽ പറയുക അല്ലേ. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അഥവാ പൂർണ്ണാന്തര പ്രതിപതനം. അപ്പോൾ അതെന്താ സംഭവം നമുക്ക് നോക്കാം. അതായത് ഒരു ലൈറ്റ്, ഒരു റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യാണ്? ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന്, ഡെൻസർ മീഡിയം എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കലി ഡെൻസിറ്റി കൂടിയ മീഡിയം, ആ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് കടക്കുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും? ഒരു ബെൻഡിങ് സംഭവിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനെ കുറിച്ച് പറയുമ്പോൾ
പൂർണ്ണാന്തര പ്രതിപതനം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ റിഫ്രാക്ഷനെ കുറിച്ച് പറഞ്ഞു, പ്രതിപതനം. ഈ റിഫ്രാക്ഷനിൽ നമ്മൾ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയവും ഒപ്റ്റിക്കലി റയർ മീഡിയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു, അഥവാ സാന്ദ്രത കൂടിയ മീഡിയവും പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമങ്ങളും കുറഞ്ഞ മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ നിന്നും റയർ മീഡിയത്തിലേക്ക് ലൈറ്റ് പാസ് ചെയ്യുന്ന സമയത്ത് ബെൻഡിങ് എങ്ങനെയാണ് സംഭവിക്കുക? അതുപോലെ തിരിച്ചാണെങ്കിലോ ഒപ്റ്റിക്കലി റയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ എങ്ങനെയാ ആ ഒരു വ്യത്യാസം? അത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? ശരിയാണ്. എങ്ങനെയാ നോക്കുക? അതായത് ഇപ്പോൾ നമ്മളൊരു ബൗണ്ടറി വരച്ചു. ഓക്കെ, മുകളിൽ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയവും താഴെ ഒപ്റ്റിക്കലി റയർ മീഡിയമാണ് എന്ന് വിചാരിക്കുക. ഡെൻസർ മീഡിയം മുകളിലുണ്ട്, താഴെ റയർ മീഡിയം ഉണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് റേ വന്നു, ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു ലൈറ്റ് റേ വന്ന് നമ്മുടെ ആ ബൗണ്ടറിയിൽ വന്ന് ടച്ച് ചെയ്തു. ടച്ച് ചെയ്യുന്ന സമയത്ത് മീഡിയം മാറുന്നുണ്ട്, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ അപവർത്തനം, റിഫ്രാക്ഷൻ ഉണ്ടാവും. ഈ റിഫ്രാക്ഷൻ ഉണ്ടാകുമ്പോൾ ഈ ലൈറ്റ് റേ എങ്ങോട്ടേക്കാണ് ശരിയാ? നമ്മൾ ഈ വന്ന പോയിന്റ് നോർമൽ കൂടെ വരച്ചു കൊടുത്തു വിചാരിക്കുക. നോർമൽ വരച്ചെടുത്തു. ഇനി എങ്ങനെയാണ് ശരിയാ? ഇത് ഈ ബെൻഡിങ് സംഭവിക്കുന്നത് ഈ നോർമലിൻ്റെ അടുത്തേക്കാണോ നോർമലിൽ നിന്നും വിട്ടിട്ടാണോ? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെൻസറിൽ നിന്നും റയറിലേക്കാണ് വരുന്നത്. ഡെൻസർ മീഡിയത്തിൽ നിന്നോ പ്രകാശ സാന്ദ്രത കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബെൻഡിങ് സംഭവിക്കുന്നത് അവേ ഫ്രം നോർമലാണ്. നോർമലിൽ നിന്ന് അകന്നിട്ട്, കണ്ടോ, ഇങ്ങനെ അകന്നിട്ടോ പോയി ചെയ്യാം. ഓക്കെ, ഏത് ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ അകന്നിട്ടാണ് പോവുക. ഓക്കെ, ഇനി നമ്മൾ നേരെ തിരിച്ച് റയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോവുകയാണെങ്കിലോ, ഞാൻ വേറൊരു ചിത്രം വരക്കുന്നു, അല്ലെങ്കിൽ നേരെ തിരിച്ചായാലും മതി. അപ്പോൾ മുകളിൽ റയർ മീഡിയം, താഴെ ഡെൻസർ മീഡിയം. അതാ പ്രകാശ സാന്ദ്രത കുറഞ്ഞ ആളും മുകളിലും താഴെ കൂടിയ ആളും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ മുകളിൽ വായു എന്നും താഴെ ജലം അഥവാ വാട്ടർ, മുകളിൽ എയർ, താഴെ വാട്ടർ. അപ്പോൾ എയറിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഒരു ലൈറ്റ് റേ വരുന്നു. ലൈറ്റ് റേ വന്നു, ആ ഇൻസിഡൻറ്റ് ചെയ്ത പോയിന്റ് നമ്മൾ നോർമൽ വരക്കുന്നു. ഓക്കെ, ഇനി എവിടേക്കാണ് ബെൻഡ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു ഡെൻസറിൽ നിന്ന് റയറിലേക്കാണെങ്കിൽ അവേ ഫ്രം നോർമലാണ്. അങ്ങനെയെങ്കിൽ നേരെ തിരിച്ച് റയറിൽ നിന്ന് ഡെൻസറിലേക്കാണെങ്കിലോ ടുവാർഡ്സ് നോർമൽ, അഥവാ നോർമലിൻ്റെ അടുത്തേക്കാണ് ബെൻഡിങ് സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെ ബെൻഡിങ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണമെങ്കിൽ ചെറിയൊരു കോഡ് ഭാഷയ്ക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഡ്രാൻ എന്നൊക്കെ പഠിച്ചാൽ മതി. ഡ്രാൻ അല്ലേ, DRAN. എന്താ DRAN? ഡെൻസർ ടു റയറർ അവേ ഫ്രം നോർമൽ. ഡ്രാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഡെൻസർ ടു റയറർ അവേ ഫ്രം നോർമൽ, ഡ്രാൻ എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡെൻസർ ടു റയറർ അവേ ഫ്രം നോർമൽ ആണെങ്കിൽ പിന്നെ റയറർ ടു ഡെൻസർ ടുവാർഡ്സ് നോർമൽ ആവുമല്ലോ. അത് പിന്നെ അങ്ങനെ ഓർത്ത് വെക്കാം, സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നോക്കിയേ, എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തര പ്രതിപതനം? ഓക്കെ, എന്താ സംഭവം നമുക്ക് നോക്കാം. അതായത് നമുക്ക് രണ്ട് മീഡിയം ഉണ്ട് വിചാരിക്കാം. രണ്ട് മീഡിയം ഉണ്ട്. അപ്പോൾ താഴെ ഡെൻസർ മീഡിയം, അതുപോലെ മുകളിൽ റയർ മീഡിയം. മുകളിൽ പ്രകാശ സാന്ദ്രത കുറഞ്ഞതും താഴെ കൂടിയ മീഡിയമാണ്. അപ്പോൾ താഴെ നിന്ന് ഒരു റേ ഓഫ് ലൈറ്റ് എന്ത് ചെയ്യാണ്? നേരെ ഈ മീഡിയത്തിലേക്ക് വരുന്നു. അവിടെ ഇൻസിഡൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു നോർമൽ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് എന്തറിയാം, ഡെൻസറിന് റയറിലേക്കാണ് പോകുന്നത്. സോ അവേ ഫ്രം നോർമൽ ആയിരിക്കും. അപ്പോൾ നോർമലിൽ നിന്ന് അവേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻസിഡൻറ്റ് ആംഗിളും ഒരു റിഫ്രാക്റ്റഡ് ആംഗിളും കിട്ടിയില്ലേ? കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഇൻസിഡൻറ്റ് ആംഗിൾ ഒന്നുകൂടെ വലുതാക്കുന്നു. ഓക്കെ, അപ്പോൾ വലുതാക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഇൻസിഡൻറ്റ് ആംഗിൾ കൂടിയ രീതിയിലാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ റിഫ്രാക്റ്റഡ് ആംഗിൾ കൂടുമോ ഇല്ലയോ? ഒബ്വിയസ്ലി റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ത് ചെയ്യും? കൂടുക. കുറച്ചുകൂടെ എന്ത് ചെയ്യും? കൂടുതൽ ബെൻഡ് ചെയ്തിട്ടാണ് പോവുക. ഓക്കെ, താഴേക്ക് ബെൻഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ ഇൻസിഡൻറ്റ് ആംഗിൾ കുറച്ചുകൂടെ വലുതാക്കി, അങ്ങനെ വലുതാക്കി പോകുന്ന സമയത്ത് ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മുടെ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറഞ്ഞത് നോർമലിന് 90 ഡിഗ്രി ആയിട്ട് വരും. എങ്ങനെ? നമ്മളിങ്ങനെ വരക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് വരുമ്പോൾ റിഫ്രാക്റ്റഡ് ആംഗിൾ നമ്മുടെ നോർമലിന് 90 ഡിഗ്രി ആവും. അഥവാ റിഫ്രാക്റ്റ് ചെയ്ത നമ്മൾ അപവർത്തനം സംഭവിച്ച പ്രകാശരശ്മി എന്ത് ചെയ്യും? രണ്ട് മീഡിയത്തിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭാഗത്തൂടെ കടന്നു പോകും. ഓക്കെ, ഇങ്ങനെ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് അഥവാ ഈ ഇൻസിഡൻറ്റ് ആംഗിളിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് എ ഇൻസിഡന്റ് ആംഗിൾ വേർ റിഫ്രാക്റ്റഡ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. അതായത് നമ്മുടെ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്നത് ഏത് പതനകോണിലാണോ ആ പതനകോണിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ഇൻസിഡന്റ് ആംഗിൾ വേർ ദ റിഫ്രാക്റ്റഡ് ആംഗിൾ ബിക്കം 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് പറയാം അപവർത്തന കോൺ അളവ് 90 ഡിഗ്രി ആവുമ്പോൾ പതനകോൺ എത്രയാണോ അതാണ് ആ മാധ്യമത്തിൽ സംഭവിക്കുന്ന ക്രിട്ടിക്കൽ കോണളവ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ക്രിട്ടിക്കൽ ആംഗിൾ ഈസ് ദ ഇൻസിഡന്റ് ആംഗിൾ വേർ ദ റിഫ്രാക്റ്റഡ് ആംഗിൾ ബിക്കം 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇനി ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതൽ അളവിൽ നമ്മൾ ലൈറ്റ് ഇൻസിഡന്റ് ആയാലോ എന്താ സംഭവിക്കുക? ഒരു മീഡിയം അവിടെ ജസ്റ്റ് വരക്കുന്നു, ഒരു നോർമലി ഞാൻ വരച്ചിട്ടുണ്ട്, അവിടേക്ക് നമ്മുടെ ഒരു ലൈറ്റ് ഇങ്ങനെ വന്ന് ഇൻസിഡൻ്റ് ആയി. ഈ വന്ന് ഇൻസിഡൻ്റ് ആയ ഈ റേയുടെ ആംഗിൾ, ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനകോൺ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ് എന്ന് വിചാരിക്കാം. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലാണ്, എന്താ സംഭവിക്കുക? ക്രിട്ടിക്കൽ ആംഗിൾ ആണെങ്കിൽ നമുക്ക് പറയാം എന്ത്, ആ അപവർത്തന കോൺ 90 ഡിഗ്രി ആയിരിക്കും. എന്നിട്ട് ആ രണ്ട് ബൗണ്ടറിയിലൂടെ, ആ രണ്ടിൻ്റെയും ഇടയിലുള്ള ആ ഒരു ബൗണ്ടറിയിലൂടെ പോകും അല്ലേ? അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളിലാണ് നമ്മുടെ ലൈറ്റ് വരുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു ബൗണ്ടറി, രണ്ട് മീഡിയത്തിൻ്റെയും ആ ജോയിൻ ചെയ്യുന്ന ആ ഒരു ബൗണ്ടറിയിലൂടെ, അതിർത്തിയിലൂടെ അങ്ങനെ പോവാം അല്ലേ? ഇനി അങ്ങനെ അല്ലെങ്കിലോ, ക്രിട്ടിക്കൽ ആംഗിളേക്കാൾ കൂടി, അപ്പോൾ എന്താ സംഭവിക്കുക? അവിടെ അപവർത്തനം സംഭവിക്കുന്നതിന് പകരം, അതായത് ഇൻസ്റ്റെഡ് ഓഫ് റിഫ്രാക്ഷൻ that light ray completely reflect back into the same medium. ഏത് മീഡിയത്തിൽ നിന്നാണോ വന്നത് അതേ മീഡിയത്തിലേക്ക് തന്നെ പൂർണ്ണമായും ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? പ്രതിപതനം സംഭവിക്കും. അപവർത്തനത്തിന് പകരം പ്രതിപതനം സംഭവിക്കും. അപ്പോൾ ഇത് ശരിക്കും രണ്ട് മീഡിയം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ് അല്ലേ? ലൈറ്റ് കടന്നു പോകുന്ന മീഡിയമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മുടെ ഇൻസിഡൻറ്റ് റേ, അതായത് പതനകോൺ ക്രിട്ടിക്കൽ കോൺ അളവിനേക്കാൾ കൂടിയ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നേരെ അപവർത്തനം സംഭവിക്കുന്നതിന് പകരം പ്രതിപതനം സംഭവിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, എന്താണ്? ഇത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രതിഭാസം സംഭവിക്കുക. ഓക്കെ, അഥവാ പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും പ്രകാശ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രതിഭാസം. അപ്പോൾ എന്താണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തര പ്രതിപതനം? അതായത് when a light ray is passing from denser medium to rarer medium, if the incident angle become more than critical angle, then the light ray will completely come back or reflect back to the same medium instead of refraction. അതായത് ഒരു പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ പതനകോൺ ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടിയാൽ ആ രശ്മി അല്ലെങ്കിൽ ആ പ്രകാശരശ്മി അവിടെ അപവർത്തനം സംഭവിക്കുന്നതിന് പകരം പൂർണ്ണമായും പ്രതിപതനം സംഭവിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനെയാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിപതനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പൂർണ്ണാന്തര പ്രതിപതനം അല്ലെങ്കിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്നുള്ളത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം മാത്രം നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, OFC അല്ലേ? OFC, ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. നമ്മളൊക്കെ വീടുകളിലേക്ക് കേബിൾ വരാറുണ്ട് അല്ലേ? അതുപോലെ ഇന്റർനെറ്റിന്റെ കേബിളൊക്കെ കണ്ടിട്ടില്ലേ? അവിടെ ശരിക്ക് ഈ OFC എന്ന് പറയുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഒപ്റ്റിക്കൽ ഫൈബർ കേബിള് നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം അല്ലേ? ആ ചിത്രം നോക്കിയേ, അതിനകത്ത് കൂടെ പാസ് ചെയ്യുന്നത് എന്താണ്? ലൈറ്റാണ് അല്ലേ? ലൈറ്റാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈറ്റ് പോകുമ്പോൾ അകത്തുള്ള ഒരു വ്യത്യസ്തമായ കോട്ടിങ്ങോട് കൂടെയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അകത്തുള്ള കോട്ടിങ് കുറച്ചുകൂടെ പ്രകാശ സാന്ദ്രത കൂടിയ ആളും അതിന് പുറത്തുള്ള കോട്ടിങ് പ്രകാശ സാന്ദ്രത കുറഞ്ഞ ആളുമാണ്. അപ്പോൾ സംഭവം എന്ത് ചെയ്യും? പ്രകാശം അതിനകത്തേക്ക് പോകുമ്പോൾ ഈ പ്രകാശസാന്ദ്രത കൂടിയ ആളിൽ നിന്ന് കുറഞ്ഞതിലേക്ക് പോകും. പക്ഷെ കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ പുറത്തേക്ക് പോവില്ല. കാരണം ക്രിട്ടിക്കൽ കോണളവിനേക്കാൾ കൂടിയ അളവിൽ പോകുമ്പോൾ തിരിച്ചെന്ത് ചെയ്യും? ഉള്ളിലേക്ക് തന്നെ വരും.
അങ്ങനെ ഉള്ളിൽ തട്ടി 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 അതിനുള്ളിൽ തന്നെ പൂർണ്ണാന്തര പ്രതിപാദനം സംഭവിച്ചുകൊണ്ട് ആ ലൈറ്റ് റേ ഇങ്ങനെ സഞ്ചരിക്കും. അപ്പോൾ ഒരു സ്ഥലത്തുള്ള സിഗ്നൽ പൂർണ്ണമായി തൊട്ടടുത്ത സ്ഥലത്തേക്ക് എത്തും. ഇതാണ് നമ്മൾ പൂർണ്ണാന്തര പ്രതിപാദനം ഉപയോഗിച്ചുകൊണ്ട് OFC ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിൽ നടക്കുന്നത്. ഇത് മെഡിക്കൽ ഫീൽഡിലും അതുപോലെ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്.